ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് ഗാദർഗാസിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വെച്ച് പിടിച്ച് അവിടെ ഒരു ഫ്ലാറ്റിൽ പുള്ളി എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിരിക്കുക, എഴുതാനുള്ള TV ഒക്കെ വെച്ച് എടുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടന്റ് വേണം എഴുതാൻ. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത്. അപ്പോൾ ആൾറെഡി തെലുങ്കിൽ ഈ സിനിമ ഇറങ്ങിയിരിക്കുക, ഇറങ്ങിയിട്ട് ഇത് മലയാളത്തിലേക്ക് ഇത് മൊഴിമാറ്റി എഴുതാം. എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്, വലിയ ടാസ്ക്. അതായത് ഈ പടത്തിനാണെങ്കിൽ ഓരോ പാട്ടിനും ലിപ്പ് മൂവ്മെൻ്റ് ഉണ്ട്, നന്നായിട്ട് ലിപ്പുണ്ട്. അതായത് ഇവർ തെലുങ്കിൽ പാടിയിരിക്കുന്ന ആ വരികൾക്കനുസരിച്ച് നമ്മുടെ മലയാളത്തിൽ ഈ ലിപ്പ് കൃത്യമായിരിക്കണം. അത് മാത്രമല്ല ആ പടത്തിലെ പാട്ടൊക്കെ ഭയങ്കര ഹൈ റേഞ്ചിലുള്ള നല്ല റേഞ്ചുള്ള പാട്ടാണ്, നല്ല രസമുള്ള പാട്ടുകളൊക്കെ. അപ്പൊ ആദ്യം എൻ്റെ മുമ്പിലേക്ക് വന്നത് പുള്ളി ഇട്ട് തന്നത്, സിനിമ ആദ്യം കാണാൻ പറയാം. അപ്പൊ ഞാൻ ഫുൾ സിനിമ ഇരുന്ന് കണ്ടു. അത് വേണമല്ലേ, എന്നാലേ നമുക്ക് ഒരു ഐഡിയ കിട്ടും, ആ ഫീൽ എല്ലാം. അങ്ങനെ ഹാപ്പി, അടിപൊളി ലുക്കായാൽ ഹാപ്പി. അപ്പൊ ഞാൻ ഇതെല്ലാം കണ്ടിട്ടിരുന്നു, ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക. ലുക്ക് ആദ്യം ഭയങ്കര വലിയ ബുദ്ധിമുട്ടായിരുന്നു എഴുതാനായിട്ട്. എനിക്കിത് ഇട്ടെറിഞ്ഞിട്ട് പോയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ തോന്നി. ഇതിന്റെ വല്ല ആവശ്യം എനിക്കുണ്ടാ, മര്യാദക്ക് ഈ ചെറിയ ആൽബം പാട്ടൊക്കെ എഴുതി പോയാൽ പോരാന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ അവിടെ ഇരുന്ന്.